സാംസൺ ടീമിലെടുക്കാത്തത് നമ്മൾ മലയാളി ആയതുകൊണ്ടാണ് അതിന് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റേ നമ്മൾ പറയട്ടെ ക്രിക്കറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ കൾച്ചർ ഉണ്ട്. അദ്ദേഹത്തിന് നല്ല ചാൻസ് കൊടുക്കാറില്ല. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. മലയാളിയായ തിരുവനന്തപുരംകാരനായ ഒരു കായിക താരം നമ്മൾക്ക് വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നുണ്ട്. സഞ്ജു വി സാംസൺ. അദ്ദേഹം നല്ല പ്രതിഭാശാലിയാണ്. പലതവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിച്ചിട്ടുമുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തഴയപ്പെടുകയാണോ? ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ എത്രത്തോളമുണ്ട്? നമുക്കിതിനെക്കുറിച്ച് വിശദമായി കുട്ടികളോട് ചോദിക്കാം, അവരുടെ ഹൃദയങ്ങളിലേക്ക്. ഈ ലാസ്റ്റ് വന്ന മാച്ചൊക്കെ വെച്ച് നോക്കി നന്നായിട്ട് പെർഫോമൻസ് ചെയ്തായിരുന്നു. ചാൻസ് കൊടുക്കേണ്ടതായിരുന്നു. അതെ, അത് ഋഷഭ് പന്തിന് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സഞ്ജുവിന് തന്നെ കൊടുത്താൽ മതി. ചാൻസ് കൊടുക്കേണ്ടതായിരുന്നു. നന്നായിട്ട് ആവറേജ് ഒക്കെ ആണെങ്കിലും നല്ല T20 നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ സ്ഥാനത്ത് സഞ്ജു വരേണ്ടതായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ ഉണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ലാസ്റ്റുള്ള പെർഫോമൻസ് വെച്ച് നോക്കിയാൽ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? ഇന്ത്യ വിൻ ചെയ്യും. ഇന്ത്യ വിൻ ചെയ്യും. ഇപ്പൊ ഒരു സ്കോഡ് വെച്ച് നോക്കിയാൽ വിൻ ചെയ്യുന്നതാണ് ഉറപ്പായിട്ട്. സ്മിത്ത് ബുംറ, വിരാട് കോഹ്ലി ഒരു തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് ഷാമിയുടെ ഒരു തിരിച്ചുവരവും അതിലുണ്ട്. പിന്നെ കോഹ്ലിയാണ് ഇപ്പൊ സ്ട്രഗിൾ ആയിട്ട് ഇരിക്കുന്നത്. കോഹ്ലിയും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. രോഹിത് ശർമ്മ ഉറപ്പായിട്ടും. രോഹിത് ശർമ്മയെ ഇവർ രണ്ടുപേരും സീനിയർ താരങ്ങളായതുകൊണ്ട് ഇവർക്ക് ടീമിൽ നിലനിൽക്കുന്നതിനെ കുറിച്ച് ആവശ്യമുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നല്ലൊരു തിരിച്ചൊരു പ്രതീക്ഷ. സാംസൺ നല്ലൊരു ക്രിക്കറ്റർ അല്ലേ? പുള്ളി നല്ല നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ തരുന്ന നല്ലൊരു ക്രിക്കറ്ററാണ്. പുള്ളി ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ കളിച്ചായിരുന്നു. ഈ ഇടയ്ക്ക് പുള്ളിയുടെ സെഞ്ചുറി ഒക്കെ എല്ലാവരും ഇൻസ്പയർ ആയി. അപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുള്ളി വളരെ നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ എടുക്കുകയാണെങ്കിൽ പുള്ളി ക്യാപ്റ്റനാണ്. അപ്പോൾ മലയാളികൾക്ക് ക്യാപ്റ്റൻസി എങ്ങനെ? നല്ലൊരു ക്യാപ്റ്റനാണ് അദ്ദേഹം. നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ചില സമയത്ത് അദ്ദേഹം ഡൗൺ, അതെല്ലാ പ്ലെയേഴ്സും അങ്ങനെയാണ്. പക്ഷെ പൊതുവെ നോക്കുമ്പോഴും പുള്ളിക്ക് എന്താ പറയാ, അവസരങ്ങൾ കുറവാണ് നാഷണൽ ടീം വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. നോർത്ത് ഇന്ത്യൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റേ നമ്മൾ പറയത്തില്ലേ ക്രിക്കറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ കൾച്ചർ ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ പുള്ളിയെ കുറെയൊക്കെ നമുക്കിപ്പോ കാണാൻ അവസരങ്ങൾ കിട്ടുന്നത് കുറവാണ്. സഞ്ജു വി സാംസന്റെ പെർഫോമിംഗ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്നോ? ഇപ്പത്തെ നിലവിലെ കളിയൊന്നും ഞങ്ങൾ കാണാറില്ല. കണ്ട കളികളൊക്കെ കളികളില് നല്ല കളികളൊക്കെ ISL ഒക്കെ അടിപൊളി നല്ല കളികളൊക്കെ. അദ്ദേഹത്തെ ടീമിൽ നിലനിർത്താത്തതിന്റെ കാരണം എന്താണ്? അദ്ദേഹം തഴയപ്പെടുവാണ്. തഴയപ്പെടുന്നതിന്റെ അല്ല, ആക്റ്റീവായിട്ട് വരുന്നില്ല, മുന്നിലോട്ട് വരുന്നില്ല. ക്യാപ്റ്റനായിട്ടൊക്കെ വരുന്നില്ല, മുന്നിലോട്ട് വരില്ല. അതുകൊണ്ടാണ് ചാൻസ് ഉണ്ട്. കാരണം BCCI അദ്ദേഹത്തിന് വല്ല ചാൻസ് ഒന്നും കൊടുക്കാറില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ T20 ലോകകപ്പിൽ പോലും അല്ലാതെ ചാൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഒരു പ്രാക്ടീസ് മാച്ചിന് ഇറക്കിയെന്നല്ലാതെ ടൂർണമെന്റിന് മത്സരത്തിൽ ഇറക്കിയിട്ടില്ല. അതേപോലെ തന്നെ അടുത്ത പ്രതീക്ഷയില്ല. കാരണം ഒരു ടൂർണമെന്റിലും BCCI ഉൾപ്പെടുത്താറില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ലോബി ഉണ്ടെന്നൊരു ഫീൽ ഉണ്ട്. കാരണം കരുൺ നായർ നല്ല ഡൊമസ്റ്റിക് ക്രിക്കറ്റ് നല്ല ഫോമിലാണ്. പക്ഷെ എന്താ പറയാന്ന് വെച്ചാല് ടീമിൽ എടുത്തില്ലല്ലോ. അത് വളരെ അതിശയമാണ്. കാരണം നല്ലൊരു തിളങ്ങി വെക്കുന്ന താരത്തിനെ പോലും എടുത്തില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2019 കേദാർ ജാദവിനേറ്റോ എടുത്തിരുന്നില്ല. അപ്പൊ അത് വളരെ അതിശയമായിട്ട് തോന്നി. പന്തിന്റെ ഒരു ഫേവറേറ്റ് താരം തന്നെയാണ്. പന്തിനെയൊക്കെ എടുത്ത് എന്തായാലും മുഹമ്മദ് ഷമി വന്നതൊരു തീർച്ചയായും ആശ്വാസമുള്ള കാര്യമാണ്. അദ്ദേഹം നല്ല മികച്ച പ്രകടനമായിരുന്നു. പരിക്കിലും മുക്തായി. അപ്പോ എന്തായാലും സങ്കടമുണ്ട് സഞ്ജു എടുക്കാത്തതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇന്ത്യ വിജയിക്കുമെന്ന് കരുതുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിൻ ചെയ്യും. വിജയിക്കട്ടെ. നല്ല കടുത്ത മത്സരമായിരിക്കും. കാരണം ഓസ്ട്രേലിയ നല്ല ഫോമിലാണ്. ഓസ്ട്രേലിയയുടെ ഇപ്പോൾ പരമ്പര നമ്മൾ തോറ്റതാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ തോറ്റിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പ്രതീക്ഷ ഉണ്ട്, ജയിക്കട്ടെ എന്ന് കരുതുന്നു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ പഴയ പോലെ അല്ല, ഫോമിലില്ല. എനിക്ക് പന്ത് പ്രതീക്ഷ ഉണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് ഷമി നല്ല കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം 2023 വേൾഡ് കപ്പിൽ കളിച്ച പോലെ വിക്കറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷമി ബുംറ ആ കോമ്പിനേഷൻ തീർച്ചയായിട്ടും. ബുംറ പിന്നെ പറയണ്ടല്ലോ, അദ്ദേഹമാണ് ബെസ്റ്റ്. ഇപ്പോ കഴിഞ്ഞ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസ് ഒക്കെ മനോഹരമായിട്ട് കളിച്ചില്ലേ. ക്രിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സഞ്ജു നല്ല കളി കളിക്കുന്നുണ്ട്. പക്ഷെ ഓനെ ടീമിലെടുക്കാത്തത് നമ്മൾ മലയാളി ആയതുകൊണ്ടാണ്. അരുൺ നായർ ഉദാഹരണം. ഒരു ഉദാഹരണം അതാണ്. പിന്നെ രണ്ടാമത്തത് ഈ സെലക്ഷൻ BCCI സെലക്ഷനിൽ ഓൻ തീരെ എത്തിപ്പെടുന്നില്ല. IPL കളിക്കുന്നുണ്ട് ശരി തന്നെ, പക്ഷെ ഇതിലേക്ക് തീരെ ഒരു ചാൻസ് കൊടുക്കുന്നില്ല. ഇപ്പൊ തന്നെ നല്ല ഫോമിലല്ലേ, ഇതിന് പുറത്താക്കി. സേവാങ്ങിന്റെ പിൻഗാമി എന്ന് വാഴ്ത്തപ്പെടുന്നു. അതെല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാ കളി കളിക്കുമ്പോൾ നല്ലൊരു കളി കളിക്കുന്നത്, മലയാളി എന്ന നിലയിൽ നല്ല കളി കളിക്കുന്നു അല്ലേ. അത് അത്ര തന്നെ പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രതീക്ഷ എങ്ങനെയുണ്ട്? വലിയ പ്രതീക്ഷ ഒന്നും പ്രതീക്ഷിക്കുന്നത് രോഹിത് ശർമ്മയല്ല. ഇവരൊക്കെ ഫോം ഔട്ട് ആവാൻ ഏത് സമയത്ത് ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പെർഫോമൻസ് ആവാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ്? ഇപ്പോഴത് വെച്ച് നോക്കുമ്പോൾ ഋഷഭ് പന്ത് ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മലയാളി ആരും ഇല്ലല്ലോ. പിന്നെ ഒരാളുള്ളതും ഓന് കുഴപ്പമില്ല. പിന്നെ രോഹിത് ശർമ്മ പ്രതീക്ഷ ഉണ്ട്. ബുംറ പ്രതീക്ഷ ഉണ്ട്, നല്ല കളിക്കാരനാണ്. ബുംറ പ്രതീക്ഷ ഉണ്ട്. ഷമീനെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എന്നാലും വിദേശത്ത് പോകുമ്പോൾ പറ്റാത്തതാണ്. ഇന്ത്യയിൽ കളിക്കുന്ന മലയല്ലല്ലോ, അവിടെ പോയി കളിക്കും.